പ്രിയ സഹോദരന്മാർക്കും സഹപ്രവർത്തകർക്കും ഗ്രൂപ്പ് അംഗങ്ങൾക്കും അഭ്യുദയകാംക്ഷികൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഇങ്ങനെ ഒരു ലൈവിൽ വന്നത് ചില പ്രത്യേക സാഹചര്യങ്ങൾ എന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ്. അത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടു കാണും, എന്നെയും ചില കൂട്ടു സഹോദരന്മാരെയും പ്രതിസ്ഥാനത്ത് നിർത്തി എംപറർ എമ്മാനുവേൽ പ്രസ്ഥാനം DGPക്ക് ഒരു കേസ് കൊടുത്തു എന്ന ഒരു പത്രവാർത്ത. തൊട്ടടുത്ത ദിവസം തന്നെ അവരുടെ തന്നെ ഒരു ഓൺലൈൻ ചാനലിൽ ഈ കാര്യം ഒരു ന്യൂസ് അവർ എന്ന് തോന്നുമാറ് അവതരിപ്പിക്കുകയും ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർ തന്നെ പ്രചരിപ്പിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ കാര്യത്തിന്റെ ചില വശങ്ങൾ ഇവിടെ വന്ന് പൊതുജനമധ്യേ പറയേണ്ടുന്നത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നി. എനിക്കെതിരെ ഇങ്ങനെ ഒരു കള്ളക്കേസും വ്യാജ വാർത്തയും എംപറർ എമ്മാനുവേൽക്കാർ കൊടുക്കാനുണ്ടായ സാഹചര്യം എന്തെന്ന് ചുരുക്കമായി പറയാം. നിങ്ങളിൽ പലരും അറിയും പോലെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ക്രൈസ്തവ സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പല വിഷയങ്ങളെ ആസ്പദമാക്കി സോഷ്യൽ മീഡിയയിൽ ഞാൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി എംപറർ എമ്മാനുവേൽ എന്ന ഒരു വിഭാഗം സംഘടിതമായി നടത്തുന്ന വിവാഹമോചനങ്ങളെക്കുറിച്ചും അതിനെ തുടർന്ന് ആ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിധത്തിലുമുള്ള തകർച്ചകളെക്കുറിച്ചും ഈ കഴിഞ്ഞ മെയ് മാസം, അതായത് 2020 മെയ് 31, ജൂൺ 1, ജൂൺ 5 എന്നീ തീയതികളിൽ ഞാൻ 3 ലേഖനങ്ങൾ എഴുതി എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അതിനെ തുടർന്ന് എംപറർ എമ്മാനുവേലിന്റെ പ്രവർത്തനങ്ങളിലൂടെ കുടുംബ തകർച്ച അനുഭവിച്ച നിരവധി വ്യക്തികൾ എന്നെ ഫോണിലൂടെ ബന്ധപ്പെടുകയുണ്ടായി. അവരുടെ കണ്ണുനീരും ആവലാതിയും മനോവിഷമവും എല്ലാം കേൾക്കുകയും അടുത്തറിയുകയും ചെയ്തപ്പോൾ ഇത് ഒരു സാമൂഹിക വിഷയമാണെന്ന തിരിച്ചറിവിലേക്ക് എന്റെ മനസ്സുണർന്നു. നല്ല കെട്ടുറപ്പുള്ള കുടുംബങ്ങളാണ് ഒരു നല്ല സമൂഹത്തിന്റെ അടിത്തറ. ദൈവത്തിലും അത് അങ്ങനെ തന്നെയാണ് എന്ന സത്യം എന്റെ ഹൃദയത്തോട് ദൈവം വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു മാനസികാവസ്ഥയിൽ ഇതിനെതിരെ എങ്ങനെ മുന്നേറണമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ സാമൂഹിക വിഷയത്തെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിലൂടെയും എംപറർ എമ്മാനുവേൽ സംഘത്തെക്കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവർ നടത്തുന്ന കുടുംബ ചിത്രങ്ങളെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കുന്നതിലൂടെയും മാത്രമേ ഇനിയും കുടുംബങ്ങൾ തകരാതിരിക്കുവാൻ സഹായകമാകൂ എന്ന ഒരു ചിന്ത എനിക്കുണ്ടായി. അതിന്റെ ഭാഗമായി ഞാനും എന്റെ ചില സുഹൃത്തുക്കളും ചേർന്ന് ഈ കഴിഞ്ഞ ജൂൺ 20 എംപറർ കുടുംബം കലക്കികളെ സൂക്ഷിക്കുക എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ ക്യാമ്പയിൻ ആരംഭിച്ചു. ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ഞങ്ങൾ എംപറർ എമ്മാനുവേൽക്കാരുടെ ഉപദേശങ്ങളെ ചോദ്യം ചെയ്യുകയും അതിലെ വചനവിരുദ്ധമായ കാര്യങ്ങളെ തുറന്നുകാട്ടുകയും ചെയ്തു പോന്നു. ഇന്നുവരെയും അത് നിർബാധം തുറന്നുകൊണ്ടേയിരിക്കുന്നു. അതിപ്പോൾ കേരളക്കരയിലെ ദൈവജനം ഏറ്റെടുത്തു കഴിഞ്ഞു. സഭാവ്യത്യാസമില്ലാതെ സകല വിഭാഗം ക്രൈസ്തവരും അതിൽ അണിചേർന്നിരിക്കുന്നു. ഞാനോ ഇത് തുടങ്ങിയ സഹോദരങ്ങളോ ഞങ്ങൾ ആരും ഇല്ലെങ്കിലും ഈ ഗ്രൂപ്പും ഈ പ്രവർത്തനവും വരും നാളുകളിലും ശക്തമായി മുന്നോട്ട് പോകുകയും അതിന്റെ ലക്ഷ്യത്തിലേക്ക് അത് നീങ്ങുകയും ചെയ്യും എന്ന്
ഞങ്ങൾക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. കാരണം ഈ പ്രവർത്തനം ഞങ്ങളെ ഏൽപ്പിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ നിമിഷം വരെയും ഈ പ്രവർത്തനവുമായി സധൈര്യം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ ഇത്രത്തോളമായപ്പോൾ എംപറർ എമ്മാനുവേൽക്കാർ അവരുടെ ആ തനി സ്വഭാവം പുറത്തെടുത്തു. അവർ എനിക്കെതിരെ ആദ്യം ഫോണിലൂടെ ഭീഷണിയും അസഭ്യവർഷവും ചൊരിഞ്ഞു തുടങ്ങി. പിന്നീട് അശ്ലീലവും നുണയും കലർത്തിയ നിരവധി പോസ്റ്റുകൾ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചു നോക്കി. അതും ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്കും എന്റെ കൂട്ടു സഹോദരന്മാർക്കുമെതിരെ നുണയും കളവും പറഞ്ഞുകൊണ്ട് വ്യക്തിഹത്യാപരവും അപഹാസ്യവുമായ വീഡിയോകൾ അവരുടെ സൈബർ ടീം രൂപപ്പെടുത്തി ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചു നോക്കി. ഇത്രയൊക്കെ ആയിട്ടും ഞങ്ങളെ ദൈവം ഏൽപ്പിച്ച ആ ഉദ്യമത്തിൽ നിന്ന് ഞങ്ങൾ പിന്തിരിയുന്നില്ല എന്ന് കണ്ടപ്പോൾ എംപറർ സംഘത്തിന് വിറളി പിടിച്ചു. അവർ ഞങ്ങൾക്കെതിരെ DIGക്ക് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു കള്ളക്കേസ് കൊടുത്തു എന്നാണ് ഞങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞത്. അതേക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മംഗളം ദിനപത്രത്തിന്റെ തൃശൂർ എഡിഷനിൽ വന്ന വാർത്തയിൽ ഞങ്ങളും വായിക്കുകയുണ്ടായി. വാസ്തവത്തിൽ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഇവർക്ക് നല്ല വിശ്വാസമുള്ളവരാണ് എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്കില്ല. കാരണം ഇവർ പഠിപ്പിക്കുന്നത് ഇവരുടെ എംപറർ എമ്മാനുവേൽ എന്ന ചക്രവർത്തി ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നാണ്. ഈ ഇമ്മാനുവേൽ ഇവരുടെ സകല ശത്രുക്കളെയും തകർത്തു കളയാൻ ശക്തനാണത്രേ. എന്നിട്ടിപ്പോൾ എംപററുകാർക്ക് അങ്ങനെ ഒരു കഴിവും ഇല്ലാത്തതുകൊണ്ട്, അവരുടെ എംപറർ ഇമ്മാനുവേലിന് അങ്ങനെ യാതൊരു കഴിവും ഇല്ലാത്തതുകൊണ്ട് പോലീസിന്റെ അധികാരത്തിലും കോടതിയുടെ വിധിയിലും മൂരിയാട് സിയോൻകാർ ആശ്രയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവർ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോലും ചർച്ച ചെയ്യാൻ വേണ്ട ധൈര്യമോ കഴിവോ ദൈവവചനത്തിൽ നിശ്ചയമോ ഇല്ലാത്തതുകൊണ്ട് ഇവർ പകരം കണ്ടുപിടിച്ച മാർഗമാണ് അവരെ വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നവരെ ധനവും മറ്റ് തന്ത്രങ്ങളും ഉപയോഗിച്ച് കള്ളക്കേസിൽ കുടുക്കുകയോ മറ്റ് ഏതെങ്കിലും മാർഗം ഉപയോഗിച്ച് നിശബ്ദരാക്കുകയോ ചെയ്യുക എന്നത്. ഇവർ ഈ തന്ത്രം ഇതിനു മുന്നേ പലർക്കും എതിരായി പയറ്റി വിജയിച്ചതാകാം. പക്ഷേ ഇവിടെ ഞങ്ങളുടെ അടുത്ത് അത് നടക്കില്ല. കാരണം കേസിന്റെ വഴിക്ക് പോകും, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴി ഞങ്ങൾ ചെയ്യേണ്ടുന്നത് എന്ന് ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാൾ, മറ്റൊരു സംഘം അത് ചെയ്യും. അത് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യും. ഞങ്ങൾക്കെതിരെ ബൈബിളിൽ നിന്ന് ഒന്നും പറയാൻ നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടും സ്വന്തം വിശ്വാസം എപ്രകാരമുള്ളതാണ് എന്ന് 4 പേരുടെ മുന്നിൽ പറയാൻ അനുവാദമില്ലാത്ത ബൗദ്ധിക അടിമത്വത്തിൽ ആയതിനാലും വിശ്വസിക്കുന്ന കാര്യങ്ങൾ ദൈവവചനം കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ പ്രാപ്തിയില്ലാത്തവർ ആകിയാലും നിങ്ങളിൽ നിന്ന് ഇത് ഞങ്ങൾ ഇപ്രകാരമുള്ള കുൽസിത പ്രവർത്തനങ്ങൾ നേരത്തെ മുതൽ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമായ എല്ലാ കരുതലോടും കൂടിയാണ് ഞങ്ങളും ഇരുന്നത്. കേസ് നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. കോടതി തീരുമാനിക്കട്ടെ ആരാണ് വ്യാജം കാണിച്ചത് എന്നും ആരാണ് നുണ പറഞ്ഞ് പരത്തുന്നത് എന്നും ആരുടെ പണമാണ് തട്ടിപ്പിലൂടെ കവർന്നെടുക്കുന്നത് എന്നും. നിങ്ങൾ ഈ കേസ് കൊടുത്തത് തികച്ചും നന്നായി എന്ന് മാത്രമേ ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്നെ സ്നേഹിക്കുകയും ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളെ മാനിക്കുകയും ചെയ്യുന്ന
ദൈവജനത്തിന്റെ പ്രാർത്ഥനകൾ തുടർന്നും ഞങ്ങൾക്കുണ്ടാകണമേ എന്ന ഒരു അപേക്ഷ മാത്രമേ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ഞങ്ങൾക്കുള്ളൂ. കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഈ സാമൂഹിക വിപത്തിനെതിരെ പോരാടുവാൻ നിങ്ങൾ പകർന്നു നൽകിയ എല്ലാ പ്രചോദനത്തിനും പ്രോത്സാഹനത്തിനും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ സാമൂഹിക പ്രശ്നത്തെ കണ്ടില്ല എന്ന് നടിച്ച് മാറി നിൽക്കുന്ന എല്ലാവരോടും ഒരു അപേക്ഷ അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം, ഇതിനെതിരെ ശബ്ദിക്കണം. അതിന് നേതൃത്വം കൊടുക്കുന്ന എംപറർ കുടുംബം കലക്കികളെ സൂക്ഷിക്കുക എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമാകണം. മറ്റുള്ളവരെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇതിൽ അംഗമാകുവാനായിട്ട് ഇൻവൈറ്റ് ചെയ്യണം. ഈ സാമൂഹിക വിപത്തിനെതിരെ നമുക്ക് അണിനിരക്കാം. ഇനിയും ഇവരുടെ പേരിൽ, ഇവരുടെ കുൽസിത നിഗൂഢ തന്ത്രങ്ങളിൽ കൂടി കേരളത്തിൽ, മലയാളി സമൂഹത്തിൽ, ലോകത്തിൽ എവിടെയും ഒരു കുടുംബവും നശിക്കുവാൻ പാടില്ല. ഒരു ഭാര്യയും ഒരു ഭർത്താവും വേർപെട്ടു പോകുവാൻ പാടില്ല. ഒരു കുടുംബത്തിലും കുഞ്ഞുങ്ങൾ അനാഥരാകാൻ പാടില്ല. അത് മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം. അതിനു മാത്രമാണ് നാം ഈ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ബൈബിളിലെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഈ ലൈവ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിന്റേതത്രേ. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. ഇതാണ് ഞങ്ങളോടുള്ള ദൈവത്തിന്റെയും വാഗ്ദത്തം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ പ്രവർത്തനത്തെ കേരളത്തിലെ കുടുംബത്തെ സ്നേഹിക്കുന്ന, കുടുംബ ബന്ധങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന സകലരുടെയും മുൻപാകെ സമർപ്പിച്ചുകൊള്ളുന്നു. സ്നേഹപൂർവം എംപറർ കുടുംബം കലക്കികളെ സൂക്ഷിക്കുക എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനും അതിന്റെ അഡ്മിൻസിനും അതിന്റെ മോഡറേറ്റേഴ്സിനും അതിലെ എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും വേണ്ടി മാത്യു ചെമ്പുകണ്ടത്തിൽ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.